الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ താബിഈ സഫ്വാൻ ഇബ്നു സുലൈം റഹിമഹുല്ലാഹ് അബു അബ്ദില്ലാഹ് സഫ്വാൻ ഇബ്നു സുലൈം അൽ മദനി റഹിമഹുല്ലാഹ് വഫാത്താകുന്നത് ഹിജ്റ 132 അദ്ദേഹം പറയാണ്, ഫിൽ മൗതി റാഹത്തുൻ ലിൽ മുഅ്മിനി മിൻ ശദാഇദി ദുനിയ. ഫിൽ മൗതി റാഹത്തുൻ, മരണത്തിൽ ആശ്വാസമുണ്ട്. ആർക്ക്? റാഹത്തുണ്ട്. ലിൽ മുഅ്മിനി, വിശ്വാസിക്ക്. എന്തിൽ നിന്ന്? മിൻ ശദാഇദി ദുനിയ, ദുനിയാവിലെ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, അതിൽ നിന്നൊക്കെ വിശ്വാസിക്ക് മരണം റാഹത്താണ്, ആശ്വാസമാണ്, സമാധാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിൽ ഒരു പക്ഷേ പല പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെയൊക്കെ ആയിരിക്കും ദുനിയാവിലെ ജീവിതം. അവൻ മരിച്ചു കഴിഞ്ഞാൽ, ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവനെ സ്വർഗത്തിലേക്കാണ് നിശ്ചയിച്ചതെങ്കിൽ അവൻ്റെ മരണശേഷം പിന്നീട് അവന് സ്വർഗീയ അനുഭവങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അവന് തീർത്തും ആശ്വാസമായിരിക്കും അവൻ്റെ മരണം. മരിക്കുന്നതിന് മുമ്പ് പല പ്രയാസങ്ങളും അവൻ അനുഭവിച്ചിട്ടുണ്ടാകും. ദുനിയാവിൽ പല പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവൻ അനുഭവിക്കുന്നുണ്ടാവും. മരണത്തോടുകൂടി അവനെല്ലാം റാഹത്തായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു വാചകം ഒന്ന് ചിന്തിച്ചു നോക്ക്. ദുനിയാവിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന, പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന, പല പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുന്ന വിശ്വാസികൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവർക്ക് സ്വർഗമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ്റെ മരണത്തോടുകൂടി പിന്നെ അവൻ്റെ ഏറ്റവും നല്ല ജീവിതമാണ് ആരംഭിക്കുന്നത്. അവൻ്റെ ഖബറിൽ അല്ലാഹു തആല അവന് വിശാലത കൊടുക്കും. അവന് പോകാനുള്ള സ്വർഗം അവന് കാണിക്കപ്പെടും. അങ്ങനെ സ്വർഗീയമായ അനുഭൂതികളും അനുഭവങ്ങളുമായിരിക്കും അവനുണ്ടാവുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം തീർത്തും റാഹത്തായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പല ആളുകളും അവർക്ക് ദുനിയാവിൽ പല അസുഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അവർ ഒരു പക്ഷേ അള്ളാഹു അവരെ സ്വർഗത്തിലേക്കാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരുടെ മരണത്തോടുകൂടി അവരുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോവുകയാണ്. പിന്നെ അവർ തീർത്തും സന്തോഷത്തിലും സുഖത്തിലുമായിരിക്കും. നമ്മൾക്കും അങ്ങനെയുള്ളൊരു റാഹത്ത് ലഭിക്കണമെങ്കിൽ നമ്മുടെ മരണശേഷമുള്ള നമ്മുടെ ജീവിതത്തിനു വേണ്ടി നമ്മൾക്ക് ഒരുങ്ങി തയ്യാറാകാൻ സാധിക്കണം. മരണശേഷമുള്ള ജീവിതം ഏറ്റവും നല്ല രൂപത്തിലാകണമെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ നന്നായി ജീവിക്കണം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണശേഷം അവർക്ക് ഉള്ള ഓരോ ഘട്ടങ്ങളും അവർക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അല്ലാഹു തആല നമ്മുടെ അവസാനം നന്നാക്കുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു തആല നമ്മൾ മരിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പണ്ഡിതന്മാർ, ദാഇമാർ, അല്ലാഹു തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു തആല അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.